എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സീറകളിലെ മമ്മദിന്റെ ആദ്യത്തെ കല്യാണവുമായി ബന്ധപ്പെട്ട ചില ഞാൻ മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരുപക്ഷെ നിങ്ങളും കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ചില കഥകളും അതിനോടൊപ്പം ഹദീസുകളിലെ ചില ഉദ്ധരണികളും ഒക്കെയാണ്. ദൈവത്തിന്റെയും മമ്മദിന്റെയും മണ്ടത്തരങ്ങൾ വിളിച്ചോതുന്ന ചില ഹദീസുകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിശ്വാസികൾ ഈ ഇടയ്ക്ക് കുത്തിപ്പൊക്കിയ കുറെ വാദങ്ങൾക്ക് മറുപടി പറയാം എന്ന് വിചാരിക്കും. ഈയിടെ പല എമു ചാനലുകളിലും നടന്ന ഫോൺ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കേട്ട് കാണും. അപ്പം അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, നമ്മൾ അല്ലെങ്കിൽ വിമർശകർ, ഈ മതത്തെ വിമർശിക്കുന്ന ആളുകൾ തെറി വിളിക്കുന്നു, മോശം ഭാഷ, മോശം പ്രയോഗം, ഭാഷ ഭാഷ അത് ഉപയോഗിച്ച് മതത്തെ വിമർശിക്കുകയും മതവിശ്വാസികളെ അപമാനിക്കുകയും എന്ന് മാത്രമല്ല മറ്റ് മതങ്ങൾക്ക് ഈ മതത്തിലുള്ള ആളുകളോട് അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികൾക്ക് ഈ മതത്തിലുള്ള ആളുകളോട് വെറുപ്പ് ഉണ്ടാക്കത്തക്ക വിധം ഉള്ള വിമർശന രീതി എല്ലാവരും സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് വിശ്വാസികൾ എല്ലാ വിമർശകരെ കുറിച്ചും പരത്തി പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഒരു ശ്രമം നടത്തി. ഫോൺ വിളികളുമായി ബന്ധപ്പെട്ട് എമു ചാനലുകൾ വന്ന വീഡിയോകളൊക്കെ ഞാൻ പരിശോധിച്ചപ്പോൾ തെറി വിളിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന എമുക്കളെയും തെറി വിളിക്കാതെ സഭ്യമായ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന എമുക്കളെയും ഒരേ രീതിയിലാണ് വിശ്വാസികൾ വന്നിട്ട് തെറി വിളിക്കുന്നതും കൊലവിളി നടത്തുന്നതും വധഭീഷണി മുഴക്കുന്നതും. എന്ന് മാത്രമല്ല, ചില വളരെ സഭ്യമായ ഭാഷയിൽ അല്ലെങ്കിൽ വിശ്വാസികളോട് സ്നേഹത്തോടെ വിമർശിക്കുന്ന എമുക്കളുടെ ചാനലിൽ വന്നിട്ട് സോപ്പിട്ടുകൊണ്ട് ചില വിശ്വാസികൾ എന്നാലും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ മതം വിട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു രമ്യമായ സൗമ്യമായ രീതിയിൽ അവിടെ ഈ വിമർശകനെ ഒന്ന് അദ്ദേഹം വിമർശനം നിർത്തിയാൽ നന്നായിരുന്നു എന്നുള്ളൊരു ധ്വനി വരുത്തക്ക വിധത്തിലുള്ള സംസാരങ്ങളും കേട്ടു. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, എൻ്റെ നിഗമനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനിയിപ്പോൾ ഏത് ഭാഷ ഉപയോഗിച്ചാലും അവരതിന് നമ്മളിപ്പോൾ ഒരു തെറിവാക്ക് ഉപയോഗിച്ചു നിൽക്കും. ഞാനൊക്കെ വിളിക്കാറുണ്ട് വാഴ. ഇപ്പം ഞാൻ വാഴ എന്ന് വിളിച്ച് ആ വാഴയിൽ അങ്ങ് പിടിച്ച് തൂങ്ങും. അതിന് ചുറ്റുമുള്ള നമ്മൾ വിമർശനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഹദീസോ വചനങ്ങളോ അതൊന്നും അവർക്ക് വേണ്ട. അതൊക്കെ അവർക്ക് അങ്ങ് മറക്കും. നമ്മൾ ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയില്ലേ ക്യാമറയുടെ, നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ഫോക്കസ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ തെറിയിൽ ഇവരങ്ങ് ഫോക്കസ് ചെയ്യും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലറായിരിക്കും. അവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവരെടുക്കില്ല. ഇവരുടെ ഉദ്ദേശം വിമർശനത്തിന് മറുപടി പറയാതിരിക്കുക എന്ന് മാത്രമല്ല, മൃദുവായിട്ട് വിമർശിക്കുന്ന, വളരെ സഭ്യമായ ഭാഷയിൽ എന്ന് ഇവർ തന്നെ പറയുന്ന രീതിയിൽ വിമർശിക്കുന്ന ആളുകളെയും അവരുടെ വിമർശനത്തെയും നിരാകരിച്ചുകൊണ്ട് അവർ ആ വിമർശനം നിർത്താൻ വേണ്ടി ഉള്ള ഒരു കള്ളത്തരമാണ് അല്ലെങ്കിൽ ഒരു കാപട്യമാണ്. സൗമ്യമായ ഭാഷയിൽ പോലും ഈ വിമർശകരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു വശത്ത് തെറിവിളിയും കൊലവിളിയും ഉണ്ട്, മറുവശത്ത് ഇതുപോലെ ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയിട്ട് എന്നാലും എന്തിനാണ് മോനെ, നീ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഉദ്ദേശം മമ്മദിനെയും ഇവരുടെ വേദഗ്രന്ഥത്തെയും ഇവരുടെ സാഹിത്യം, ഈ മതസാഹിത്യത്തെയും നമ്മളൊന്നും പറയരുത്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും സതുദ്ദേശവും അല്ലെങ്കിൽ നമ്മുടെ ഭാഷ മെച്ചപ്പെടുത്താനുള്ള ഒരു ഉദ്യമമോ അങ്ങനെയൊന്നുമില്ല. അതാണ് എനിക്ക് ഇപ്പോൾ ഉള്ള ബോധ്യം. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയേണ്ടത്, ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. മമ്മദിൻ്റെ ശരിക്കുള്ള ചരിത്രം അല്ലെങ്കിൽ മമ്മദ് സ്ഥാപിച്ച ഈ മതത്തിൻ്റെ ശരിക്കുള്ള ചരിത്രം, അതായത് പാശ്ചാത്യ ലോകത്ത് വിമർശനാത്മകമായിട്ട് യഥാർത്ഥ ചരിത്രകാരന്മാർ, ഈ ഹദീസും സീറയൊക്കെ എഴുതിയ കാക്കാ പണ്ഡിതന്മാരല്ല, ശരിക്കും വിമർശനാത്മകമായിട്ട് കൃത്യമായിട്ട് മതത്തിലെ ഓരോ വിഷയവും എടുത്ത് പഠിച്ചിട്ടുള്ള പാശ്ചാത്യ ലോകത്തുള്ള പണ്ഡിതന്മാർ, അവർ വെറുതെ വാഗോട്ട് പറയുന്നതല്ല, ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ, ആർക്കിയോളജിക്കൽ എവിഡൻസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ മതത്തിൻ്റെയും മതത്തിലെ പുരുഷു ആയിട്ടുള്ള മമ്മദിൻ്റെയും യഥാർത്ഥ ഒറിജിൻ, ഉത്ഭവം എവിടെ നിന്നായിരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വീഡിയോ നമുക്ക് ചെയ്യാം. എല്ലാതും കൂടി ഒരുമിച്ച് നമുക്ക് പറയാൻ കഴിയില്ല, പല വിഷയങ്ങൾ വെവ്വേറെയാക്കി പറയേണ്ടി വരും. കാരണം ഇവർ പറയുന്ന കുറേ വാദങ്ങളുണ്ട്. ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ വള്ളി പുള്ളി വ്യത്യാസങ്ങൾ വന്നിട്ടില്ല, ഞങ്ങളുടെ മമ്മദ് ഒരു ശരിക്കും മമ്മദ് എന്നുള്ള ആൾ
കുറിച്ചുള്ള പൂർണ്ണമായ ചരിത്രം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണോ എന്നുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്യാം. മുഹമ്മദ് ജനിച്ച വർഷത്തെ പോലും സംശയിക്കേണ്ട ചില സാഹചര്യങ്ങൾ ചരിത്രത്തിൽ ചില തെളിവുകൾ കാണിക്കുന്നുണ്ട്. എന്തായാലും അത് അദ്ദേഹം പറഞ്ഞ ആ റിക്വസ്റ്റ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഓരോ ടോപ്പിക് അനുസരിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെയുള്ള ചില വിഷയങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള വിശദാംശങ്ങൾ നമ്മൾ വീഡിയോകളായി ചെയ്യും. ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ സീറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കഥയിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആദ്യം നമുക്കൊരു ഹദീസാണ് കാണേണ്ടത്, അതിലേക്ക് പോവാം. അപ്പോൾ ഈ ഹദീസിൽ എന്താണ് പറയുന്നത് നോക്കാം. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയുടെ വിവാഹം നടത്തരുത്, ഒരു സ്ത്രീയും സ്വന്തം വിവാഹവും നടത്തരുത്, വ്യഭിചാരിണിയാണ് അവളുടെ സ്വന്തം വിവാഹം നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് പ്രകാരം മറ്റ് അനുബന്ധ ഹദീസുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും. ഇവിടെ സൂചിപ്പിക്കുന്ന വിഷയം ഇത്രയേ ഉള്ളൂ: ഒരു പുരുഷൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു വിവാഹവും നടത്താൻ പാടില്ല. പ്രധാനമായിട്ട് സ്ത്രീയുടെ അച്ഛനായിരിക്കും പലപ്പോഴും അവളുടെ വിവാഹം നടത്തി കൊടുക്കുന്നത്. ആ സ്ത്രീയുടെ അമ്മയ്ക്ക് പോലും വിവാഹം നടത്താൻ പാടില്ല. ഇനി ആ സ്ത്രീ സ്വയം തീരുമാനിച്ചാലും ആ സ്ത്രീക്ക് പോയിട്ട് ഇപ്പോൾ ഒരു ആളെ ഇഷ്ടപ്പെട്ട് കെട്ടാനും പാടില്ല. അങ്ങനെ കെട്ടിയാൽ ഓള് വ്യഭിചാരിയാണ് എന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ ആരിഫ് ഈ ഹദീസ് എടുക്കുകയും ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കാണിക്കുകയും ചെയ്തു. അതിൽ നിന്ന് ആരിഫ് ഒരു ചോദ്യം ഉന്നയിച്ചു. എന്ത്? സ്വന്തം വിവാഹം അറേഞ്ച് ചെയ്യുന്ന സ്ത്രീ വ്യഭിചാരിയാണെന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് സ്വന്തം വിവാഹം ആലോചിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ അതിന് മുൻകൈ എടുക്കുന്ന സ്ത്രീ വ്യഭിചാരിയാണ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ആ ചോദ്യത്തിന് നമ്മുടെ ബാസിലിക്കാൻ്റെ UA ടീം മറുപടി കൊടുത്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം ആരിഫിനുള്ള മറുപടി എന്ന നിലയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ കാര്യം അന്വേഷിച്ചു. ഓക്കെ, ആരിഫിൻ്റെ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ആരിഫ് പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഖദീജയുടെയും മുഹമ്മദിൻ്റെയും കല്യാണത്തിൻ്റെ പല കഥകളും ഞാൻ ചകഞ്ഞു നോക്കി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള സീറകളിലെ കുറേ വിശദാംശങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇവിടെ രണ്ട് വിഷയമുണ്ട് മനസ്സിലാക്കുക. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ വിവാഹം നടത്താനുള്ള അധികാരമില്ല. സ്വന്തം വിവാഹം നടത്തുന്ന സ്ത്രീ വ്യഭിചാരിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് വിഷയങ്ങൾ എന്ന് മാത്രമല്ല, മൂന്നാമത്തെ ഒരു കാര്യം, ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ രക്ഷിതാവായ ഒരു പുരുഷൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ വിവാഹം നടത്താൻ പാടുള്ളൂ. അങ്ങനെയുള്ള വിവാഹങ്ങൾ മാത്രമേ മതത്തിൽ സാധുവാകുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ UA ടീം ആരിഫിന് കൊടുത്ത മറുപടിയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഖദീജ ഈ ഹദീസ് പ്രകാരമാണെങ്കിൽ മുഹമ്മദിനെ കെട്ടുമ്പോൾ ഖദീജ സ്വന്തമായിട്ട് വിവാഹം പ്രപ്പോസ് ചെയ്തതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഖദീജ വ്യഭിചാരിയല്ലേ എന്നുള്ള ആരിഫിൻ്റെ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത്, ഖദീജ വിവാഹം അതിനുള്ള താല്പര്യം അറിയിച്ചെങ്കിലും ഖദീജയുടെ അമ്മാവനായിട്ടുള്ള അമ്രിബിന് അസദ് ആണ് വിവാഹം നടത്തി കൊടുത്തത് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഖദീജക്ക് രക്ഷിതാവ് ഉണ്ടായിരുന്നു. അതോടെ ആരിഫ് പറഞ്ഞത് അസാധുവായി, അല്ലെങ്കിൽ ആരിഫ് പറഞ്ഞത് തെറ്റാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറേ പഠിക്കാൻ വേണ്ടി ഗൂഗിളിലൊക്കെ പരതി നോക്കിയപ്പോൾ സീറകളിലെ കുറേ കഥകൾ കിട്ടി. ഞാൻ ഇതുവരെ ഒരുപക്ഷെ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ അതിലെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന്, ഇതുമായി നേരിട്ട് ബന്ധമുള്ളതല്ല, എന്നാലും ഖദീജയുടെ വയസ്സ് 40 എന്നുള്ളൊരു തള്ള് ഇവർ പറഞ്ഞു നടക്കാറുണ്ട്. ശരിക്കും ഖദീജയുടെ വയസ്സ് 40 ആണോ? അല്ല, ഖദീജയുടെ വയസ്സ് 40 അല്ലെന്നും 30 അല്ലെങ്കിൽ 25-30 ഇടയ്ക്ക് 28 എന്നൊരു കണക്കൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമുഖ ദഴവാക്കാരൻ കൂടിയായിട്ടുള്ള യാസർ ഖാദിയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ പരിശോധനയിൽ എനിക്ക് ലഭിച്ചൊരു അറിവാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി. ഇവിടെ തീർന്നില്ല. നമ്മൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയുടെ വിവാഹം ആ സ്ത്രീ തന്നെ നടത്തിയാൽ ആ സ്ത്രീ വ്യഭിചാരിയാകുമെങ്കിൽ ഖദീജയുടെ മുഹമ്മദുമായിട്ടുള്ള പ്രപ്പോസൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, സീറകളിലെ കഥകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അവിടെ മുൻകൈ എടുത്ത് ആ വിവാഹത്തിലേക്ക് നയിക്കുന്ന ആ തുടക്കം ഖദീജയിൽ നിന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ തന്നെ ഖദീജ തന്നെയാണ് ഈ വിവാഹം നടത്തുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നത്. ഇനി സിംബോളിക്കായിട്ട് ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ വെറുതെ അവിടെ ആ വിവാഹ ചടങ്ങിൽ ഒരാളായിട്ട് പോവാണ്
എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവിടെ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. ഇവർ അംഗീകരിക്കുന്നില്ല. ഇപ്പം കാക്കമാർ ഈ കാര്യത്തിൽ ഏകാഭിപ്രായമല്ല. ആരാണ് ഖദീജയുടെ രക്ഷിതാവായിട്ട് മുഹമ്മദിൻ്റെയും ഖദീജയുടെയും ഇടയിലുള്ള ആ ഒരു വിവാഹം നടത്തി കൊടുത്തത് എന്നുള്ളതിൽ രണ്ട് അഭിപ്രായമുണ്ട്. അതിൽ ഭൂരിപക്ഷ അഭിപ്രായം എന്ന നിലക്കാണ് UAE ടീം അമർ ബിൻ അസദ് ഖദീജയുടെ അമ്മാവനെ പറഞ്ഞത്. എന്നാൽ മറ്റൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദീജയുടെ അച്ഛനായിട്ടുള്ള ഹുവൈലിദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഖദീജയുടെ കല്യാണം നടത്തി കൊടുത്തതെന്നാണ്. അതിൽ തന്നെ ഒരു വേർഷനിലെ കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ സ്വന്തം വിവാഹാഭ്യർത്ഥനയുമായിട്ട് ഖദീജ ഒരാളെ മുഹമ്മദിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. മുഹമ്മദിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. മുഹമ്മദ് വിവാഹത്തിന് സമ്മതിക്കുകയും ഖദീജയുടെ വീട്ടിലെത്തുകയും ചെയ്തു. മുഹമ്മദും മുഹമ്മദിൻ്റെ കുടുംബക്കാരും അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേർഷൻ, ഈ കഥയുടെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദീജ ഒരു സൂത്രം ഒപ്പിച്ചു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അനുമാനിക്കാവുന്നത് ഖദീജയുടെ അച്ഛന് ഈ വിവാഹവുമായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അച്ഛനെ ഖദീജ കള്ളൊക്കെ സേവിച്ച് വെള്ളമടുപ്പിച്ച് പൂസാക്കി കിടത്തി എന്നാണ് മനസ്സിലാവുന്നത്. പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടുള്ള ഖദീജയുടെ അച്ഛനായിട്ടുള്ള ഹുവൈലിദ് ആകെ പരിഭ്രാന്തനായിട്ട് തട്ടിക്കയറി ഖദീജയോട്, ഇതെന്താ ഇവിടെ പരിപാടി? പിറ്റേ ദിവസം പുള്ളി കെട്ടിറങ്ങിയപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഖദീജ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ തലേന്ന് എന്നെ നിങ്ങൾ കെട്ടിച്ചത്? അപ്പോൾ ഞാൻ എപ്പോഴാണ് നിന്നെ കെട്ടിച്ചത് എന്ന് ചോദിക്കുന്നു. ഞാൻ കുറേശികളിൽ ഏറ്റവും വലിയ പ്രമാണിമാർ ചോദിച്ചിട്ട് പോലും നിന്നെ ഞാൻ കെട്ടിച്ചു കൊടുത്തിട്ടില്ല, പിന്നെയാണോ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ഇവൻ എന്ന് പറഞ്ഞ് മുഹമ്മദിനെ ആക്ഷേപിക്കുന്നു. അതിനുശേഷം ഈ ഹുവൈലിദ് ഖദീജയുടെ അച്ഛൻ വാളൂരുന്നു, മുഹമ്മദിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട്, അവരും വാളൂരുന്നു, അവർ കോംപ്രമൈസ് ആകുന്നു, അങ്ങനെയൊക്കെ കുറേ കഥയുണ്ട്. എന്തായാലും ഖദീജ സൂത്രത്തിൽ അച്ഛനെ കള്ളുടിപ്പിച്ചിട്ടാണ് കല്യാണം നടത്തിച്ചത് എന്ന് ആണ് ഈ കഥ. ഇത് വരുന്നത് ഇബ്നു കസീറിൻ്റെ സീറയിലെ പേജ് 192 നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇബ്നു കസീർ എന്ന് എഴുതുമ്പോൾ കദിർ എന്നാണ്, KTHIR എന്ന് അടിക്കണം, ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ സീറയിലെ പേജ് 192 ഇനി ഇത് പണ്ഡിതന്മാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ UAE ടീമൊന്നും ഇത് അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം ഇത് അംഗീകരിച്ചാൽ പോയില്ലേ, ഖദീജയെയും മുഹമ്മദിനെയും അവരൊക്കെ ഭയങ്കര തറവാടികളാണെന്നും അവരൊക്കെ സംഭവമാണെന്നും വരുത്തി തീർക്കേണ്ട ഒരു ആവശ്യം സീറകളിലൊക്കെ ഇവർക്കുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇവർ ഖദീജയുടെയും മുഹമ്മദിൻ്റെയും പുറകോട്ടുള്ള തലമുറയുടെ ഒക്കെ അവരുടെയൊക്കെ വിശേഷണങ്ങളൊക്കെ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവരെന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഈ കഥ തള്ളുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഇനി ഈ ഒരു കഥ ഒഴിവാക്കിയിട്ട്, ഈ കള്ളുകൂടി അങ്ങ് ഒഴിവാക്കിയിട്ട് അച്ഛൻ ഖദീജയുടെ പിതാവായിട്ടുള്ള ഹുവൈലിദ് കെട്ടിച്ചു എന്നുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാം. അതും കാക്കാമാരെ വെബ്സൈറ്റിൽ ഖദീജയുടെയും മുഹമ്മദിൻ്റെയും വിവാഹത്തിലെ രക്ഷിതാവ് ഗാർഡിയൻ വലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ ഉൾപ്പെടുത്തിയെന്നും കാണാം. അമ്മാവൻ ആണ് ചെയ്തതെന്ന് UAE ടീം പറഞ്ഞ പോലെ അതും നിങ്ങൾക്ക് ഒരു വശത്ത് കാണാം. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി രണ്ടും ഞാൻ അങ്ങ് എടുത്തു. അതായത് അമ്മാവൻ കെട്ടിച്ചെന്നും എടുത്തു, അച്ഛൻ കെട്ടിച്ചെന്നും എടുത്തു. കള്ളുകുടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ അച്ഛൻ കെട്ടിച്ചാലും അമ്മാവൻ കെട്ടിച്ചാലും ഇവിടെ പ്രശ്നം തീരില്ല. കാരണം ബഹുദൈവ വിശ്വാസിയായ ഒരാൾ ഒരു സ്ത്രീയെയും പുരുഷനെയും അവരുടെ രക്ഷിതാവായി നിന്നുകൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ അത് ഈ മതത്തിൽ സാധുവാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അമ്മാവനും, അതായത് അമർ ബിൻ അസദ്, നമ്മുടെ UAE ടീം പറഞ്ഞ പോലെ അമ്മാവനും ഖദീജയും മുഹമ്മദിൻ്റെ കുടുംബവും ഒക്കെ ആ സമയത്ത് ഖദീജയുടെ അച്ഛനടക്കം ബൗദ്ധ വിശ്വാസികളായിരുന്നു, അവർ മതത്തിലെത്തിയിട്ടില്ല. അപ്പോൾ അത് ശരിയാവുമോ? അപ്പോൾ അതൊരു ചോദ്യമാണ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഹദീസിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൂ. സ്വന്തം വിവാഹം നടത്തുന്ന സ്ത്രീ വ്യഭിചാരി ആകുമോ എന്നുള്ളത്, വ്യഭിചാരിണി ആകുമോ എന്നുള്ളത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ പ്രസക്തമാണ്. ആദ്യത്തെ ഭാഗത്ത് എന്താ പറയുന്നത്? ഒരു സ്ത്രീയുടെ വിവാഹം മറ്റൊരു സ്ത്രീക്ക് നടത്താൻ പറ്റില്ല എന്ന്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ ഈ സീറയിലെ ഈ കള്ളുകുടി കഥ കാക്കാമാരിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെങ്കിൽ നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട്. വേറൊരു പെണ്ണിനെ കെട്ടിച്ച ഒരാൾ മുഹമ്മദുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ആരാണത്? ആയിഷ സ്വന്തം അനന്തരവളായിട്ടുള്ള ഹഫ്സയെ സ്വന്തം സഹോദരൻ അബ്ദുറഹ്മാൻ്റെ മകൾ. അബ്ദുറഹ്മാൻ സിറിയയിൽ എന്തോ ആവശ്യത്തിന് പോയ സമയത്ത് ഇവളങ്ങ് പിടിച്ച് കെട്ടിച്ചു.
അബ്ദുറഹ്മാൻ തിരിച്ചു വന്നിട്ട് ആയിഷയോട് തട്ടിക്കറി, എന്ത് പണിയാണ് നീ കാണിച്ച്, ഞാൻ ഇവിടെ രക്ഷിതാവായുള്ളപ്പോൾ നീ എന്തിനാണ് അവളെ പിടിച്ച് കെട്ടിച്ചതെന്ന്. കാക്കാമാർ സഹീഹ് ശരിയാണെന്ന് പറഞ്ഞൊരു ഹദീസാണത്, മനസ്സിലാക്കുക. ഇത് പിന്നെ പണ്ഡിതന്മാർ അവർ വ്യാഖ്യാനിച്ച് ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു കഥ ഇവിടെയുണ്ട്. ഇവിടെയും ഒരു പ്രശ്നം വരും. അതായത് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ വിവാഹം അല്ലെങ്കിൽ അവരെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ആയിഷ തന്നെ ഇതുപോലെ മതത്തിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഉത്തരം തന്നിട്ടുണ്ട്. എന്നാൽ ഇതേ ആയിഷ തന്നെ വിവാഹത്തിന് രക്ഷിതാവില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വിവാഹം നടത്തുമ്പോൾ രക്ഷിതാവ് വേണം, ഉദ്ദേശിക്കുന്ന പുരുഷനാണ് എന്നാണ് മനസ്സിലാവുന്നത്, അപ്പോൾ വേണം എന്ന് പറഞ്ഞ ഹദീസുണ്ട്. ഓക്കെ, ഇവിടെയും തീർന്നില്ല പ്രശ്നം. UA ടീം അവിടെ ഇരിക്കുന്ന കാക്കാമാർ ഈ മതത്തിലെ എല്ലാ മദ്ഹബുകളെയും പരിഗണിക്കുന്നില്ല. അവർ ചില അഭിപ്രായങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. കാക്കാമാരെ മതത്തിനകത്ത് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് പല ധാരകളായിട്ട് പോയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മദ്ഹബുകൾ, സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അതിലൊരു മദ്ഹബ് ഇവർ പറഞ്ഞ വാദത്തിനെതിരാണ്. ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു വലിയ പണ്ഡിതനായിട്ടുള്ള ഇമാം അബൂ ഹനീഫ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ നോക്കുക. പുള്ളി പറയുന്നത് ഓക്കെ, രക്ഷിതാവ് വേണം, ഒരു പുരുഷനായ രക്ഷിതാവ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റും എന്ന് തന്നെയാണ് അവരുടെ ഭാഗം. അവർ അതിനെ ഉദ്ധരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി പരിശോധിക്കാം. ഞാനനി വലിച്ച് വീണ്ടും നീട്ടുന്നില്ല. അവർ ഉദ്ധരിക്കുന്ന ഒരു വചനം നമ്മുടെ ഈ വേദഗ്രന്ഥത്തിലുണ്ട്. നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. സ്വന്തം ശരീരം ഒരു സ്ത്രീക്ക് ദാനം ചെയ്യാൻ അവിടെ രക്ഷിതാവിൻ്റെ ആവശ്യമില്ല. ആർക്ക്? മുഹമ്മദിന് ദാനം ചെയ്യുന്ന ഒരു വചനം നിങ്ങൾക്കറിയാലോ. അതിന് രക്ഷിതാവിൻ്റെ ആവശ്യമില്ല. പക്ഷേ വിവാഹം കഴിച്ചു കൊടുക്കാൻ രക്ഷിതാവിൻ്റെ ആവശ്യം എന്തിനാണ് എന്ന് അവർ ചോദിക്കുന്നു. നല്ല ചോദ്യമാണ്. അവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഞാൻ പറഞ്ഞ പോലെ ആയിഷ ഇതുപോലെ മറ്റൊരു വിവാഹം, ഒരു സ്ത്രീയുടെ വിവാഹം നടത്തി കൊടുത്തു. അതുകൊണ്ട് ഹദീസിൻ്റെ രണ്ട് ഭാഗത്ത് പറയുന്ന കാര്യങ്ങളും നേരെ വിപരീതമായ അഭിപ്രായമാണ് അബൂ ഹനീഫയുടെ നേതൃത്വത്തിലുള്ള ഹനഫി മദ്ഹബിൽ അല്ലെങ്കിൽ ആ ഒരു ധാരയിലുള്ള കാക്കാമാർ പിന്തുടരുന്നത്. അപ്പോൾ അടുത്ത ഹദീസിലേക്ക് പോകാം. ദൈവം ഒരു ദാസനെ സ്നേഹിക്കുമ്പോൾ അവൻ ജിബ്രീലിനെ വിളിച്ച് പറയുന്നു, തീർച്ചയായും ഞാൻ ഇന്ന ആളെ സ്നേഹിച്ചു, നിങ്ങളും അവനെ സ്നേഹിക്കണം. തുടർന്ന് ജിബ്രീൽ അവനെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് അവൻ സ്വർഗത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നു, ദൈവം ഇന്ന ആളെ സ്നേഹിക്കുന്നു, മക്കളെ നിങ്ങളും അവനെ സ്നേഹിക്കും. അപ്പോൾ സ്വർഗവാസികളും മാലാകമാരാണെന്നാണ് പറയുന്നത്. സ്വർഗം എന്നിവിടെ പറയുന്നതിൻ്റെ അറബി പദം സമാ എന്നാണ്. അത് ആകാശം എന്നുള്ള അർത്ഥമുണ്ട്. അതൊക്കെ മറ്റൊരു വിഷയമാണ്, എന്തായാലും പറയാം. അങ്ങനെ സ്വർഗവാസികളും ഇയാളെ അതായത് ദൈവം സ്നേഹിച്ച മിസ്റ്റർ ദാസൻ അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് ഭൂമിയിൽ, ഇപ്പം എല്ലാവരും ഇങ്ങനെ സ്നേഹിച്ചില്ലേ, അതുകൊണ്ട് ഭൂമിയിൽ അവന് ബഹുമാനം നൽകപ്പെടുന്നു. അടുത്ത ഭാഗത്ത് പറയുന്നത്, ദൈവം ഏതെങ്കിലും ദാസനോട് ദേഷ്യപ്പെടുമ്പോൾ അവൻ ജിബ്രീലിനെ വിളിച്ച് പറയുന്നു, എനിക്ക് ഇന്ന ആളോട് ദേഷ്യമാണ്, നിങ്ങൾ അവനോട് ദേഷ്യപ്പെടൂ. അപ്പോൾ ജിബ്രീലും കോപിക്കുന്നു. തുടർന്ന് സ്വർഗവാസികൾക്കിടയിൽ ഒരു അറിയിപ്പ് നൽകുന്നു. വീണ്ടും അറിയിപ്പാണ്, തീർച്ചയായും ദൈവം കോപിച്ചിരിക്കുന്നു ഇന്ന ആളോട്, അതുകൊണ്ട് നിങ്ങളും അവനോട് കോപിച്ചേക്ക് എന്ന് പറയും. അങ്ങനെ അവരും അവനോട് കോപിക്കുന്നു അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു. അപ്പോൾ അവൻ ഭൂമിയിലും ക്രോധത്തിന് പാത്രമാകുന്നു. അപ്പോൾ നോക്കുക, ദൈവം ഒരാളെ സ്നേഹിച്ചാൽ എന്ത് സംഭവിക്കും? പുള്ളി സ്നേഹിച്ച് വെറുതെ ഇരിക്കുകയാണോ? അല്ല, പുള്ളി ജിബ്രുവിനെ വിളിക്കും. ജിബ്രുവിനെ വിളിച്ച് പറയും, നീ സ്നേഹിക്കടാ എന്ന് പറയും. അങ്ങനെ ജിബ്രു സ്നേഹിക്കും. ജിബ്രു സ്നേഹിച്ചത് മാത്രം മതിയോ? ഇല്ല, ജിബ്രു എന്ത് ചെയ്യും? അസംബ്ലിയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മറ്റു മാലാകന്മാരോട് പറയും, മക്കളെ ദൈവം ഇന്നയാളെ സ്നേഹിച്ചു, നിങ്ങളൊന്ന് സ്നേഹിക്കടാ എന്ന് പറയും. അങ്ങനെ സ്നേഹിക്കും. അതിനുശേഷം സ്വർഗവാസികൾ സ്നേഹിച്ചു, മാലാക സ്നേഹിച്ചു. മെയിൻ മാലാക ജിബ്രു എന്ന് പറഞ്ഞാൽ മെയിൻ മാലാകയാണ്. മറ്റുള്ളവരൊക്കെ അവരൊക്കെ ചോട്ടാ മാലാകാസാണ്. പിന്നെ ദൈവവും സ്നേഹിച്ചു. കാരണം 3 കൂട്ടരെ സ്നേഹിച്ചല്ലോ. അതിനുശേഷം ഭൂമിയിലെല്ലാവരും ഈ മിസ്റ്റർ ദാസൻ എന്ന് പറഞ്ഞ ആള് പിന്നീട് വിജയനായി മാറും. കാരണം എന്താ? എല്ലാവരും ഇങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങും. അദ്ദേഹം ജീവിതത്തിൽ വിജയിക്കും. അതുപോലെ തന്നെയാണ് ദേഷ്യത്തിൻ്റെയും കാര്യം. എനിക്കുള്ള ചോദ്യങ്ങൾ ഇതാണ്. കാക്കമാർ ഇന്ന് പരിചയപ്പെടുത്തുന്ന മൾട്ടിവേഴ്സ് ദൈവം ഇതാണോ? പ്രപഞ്ചാതീതനായ ദൈവം ഇതാണോ? പ്രപഞ്ചത്തിനകത്ത് വളരെ വിരളമായിട്ട് കാണപ്പെടുന്ന ജീവിവർഗത്തിനിടയിൽ ചില ജീവിവർഗങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയാണ് ഈ സ്നേഹവും ദേഷ്യവും ഒക്കെ. അതെങ്ങനെയാണ് പ്രപഞ്ചാതീത ദൈവത്തിനുണ്ടാവുക? ശരിയാണ്, മതസാഹിത്യത്തിലുള്ള ദൈവത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്,
പുള്ളി മുണ്ട് വരെ പൊക്കി കാണിക്കും, മുട്ട് വരെ പൊക്കോളൂ, അതൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളിന്ന് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഒക്കെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത്, മതത്തിലേക്ക് ക്ഷണിക്കാൻ പറയുന്ന ദൈവം ഇതാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കാം. പിന്നെ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് നിരാശ്രയനാണ് എന്നുള്ളത്. എടോ, ഇദ്ദേഹത്തിൻ്റെ സ്നേഹം, ഇനിയിപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു വികാരം ഉണ്ടെന്നങ്ങ് നമുക്കങ്ങ് ആരോപിച്ചാൽ തന്നെ, നിങ്ങൾ പറഞ്ഞ നിർവചന പ്രകാരം ശരിയാവില്ല, പക്ഷെ മതസാഹിത്യത്തിൽ അങ്ങനെ ഉണ്ട്. അങ്ങനെ ആരോപിച്ചാൽ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം അല്ലേ പരമമായ സ്നേഹം. പിന്നെ എന്തിനാണ് ജിബ്രു സ്നേഹിക്കുന്നത്? ജിബ്രു സ്നേഹിച്ചതും പോരാ, ജിബ്രുവിനെ കൊണ്ട് സ്നേഹിപ്പിച്ചിട്ട് ജിബ്രു പോയിട്ട് ബാക്കി മാലാഖമാരെ കൊണ്ട് സ്നേഹിപ്പിക്കുന്നു. ഇതെങ്ങനെയാണ് നിരാശ്രയനായ ദൈവം എന്നുള്ള കാര്യവുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഒത്തുപോവുക? നിരാശ്രയനായ ദൈവമാണെങ്കിൽ പുള്ളി മാത്രം സ്നേഹിച്ചാൽ പോരെ, പുള്ളി എന്തിനാണ് ബാക്കിയുള്ളവരെ കൊണ്ട് സ്നേഹിപ്പിക്കുന്നത്? വളരെ ചെറിയൊരു ഹദീസാണ്, വാക്കുകളുടെ എണ്ണം കൊണ്ട്. നബീസ കോഴിയെ കഴിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഒരു സഹാബി റിപ്പോർട്ട് ചെയ്യാൻ. എനിക്ക് ചോദിക്കാനുള്ളത്, അതിന് നബീസ കോഴിയെ കഴിക്കുന്നത് കണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഹദീസിൽ ഉൾപ്പെടുത്താൻ മാത്രം പ്രാധാന്യമുള്ള കാര്യമാകുന്നത്? ഓക്കെ, ഇതിനു മുമ്പ് ആരും കോഴിയെ കഴിക്കാറുണ്ടായിരുന്നില്ലേ? അതോ ഇനി കോഴി കഴിക്കുന്നത് കാണുന്നത് സുന്നത്താണോ? ഏതോ വായി നോക്കിയ സഹാബി ചെയ്ത പരിപാടിയാണ്. അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്നു, ഒരാൾ ദൈവത്തിൻ്റെ ദൂതനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഞാനും അവനോടൊപ്പം പോയി. അവൻ മത്തങ്ങ അടങ്ങിയ സൂപ്പ് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ദൂതൻ ആ മത്തങ്ങ ആർത്തിയോടെ തിന്നു. അനസ് പറഞ്ഞു, ഞാൻ അത് അവൻ്റെ, അതായത് മുഹമ്മദിൻ്റെ മുമ്പിൽ വെക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ അത് ഞാൻ കഴിച്ചില്ല. അനസ് കഴിച്ചില്ല. കാരണം മുഹമ്മദിന് ഇഷ്ടപ്പെട്ട വിഭവം മുഹമ്മദ് ആർത്തിയോടെ തിന്നത് കണ്ട് അനസ് അത് കഴിച്ചില്ല. അനസ് പറഞ്ഞു, അന്ന് മുതലാണ് മത്തങ്ങ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായത്. അപ്പോൾ മുഹമ്മദിനെ ആരോ വിരുന്ന് വിളിച്ചു. അവിടെ മുഹമ്മദും ഈ റിപ്പോർട്ട് ചെയ്ത അനസും കൂടി പോയി. ആതിഥേയൻ മത്തങ്ങ സൂപ്പ് കൊണ്ടുവന്നു. അതുവരെ അനസ് വലിയ താല്പര്യം കാണിക്കാത്ത മത്തങ്ങ സൂപ്പ് മുഹമ്മദ് ഭയങ്കര ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടു. അങ്ങനെ മുഹമ്മദിൻ്റെ ആർത്തി കണ്ട്, മുഹമ്മദിന് താല്പര്യമുള്ള സൂപ്പാണെന്ന് കണ്ട് മാതൃക സ്വീകരിക്കാൻ വേണ്ടി മത്തങ്ങയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അല്ലെങ്കിൽ മത്തങ്ങ സൂപ്പിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നാണ് പറയുന്നത് തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ള ആ ഹദീസ്. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ബ്രോ വച്ചക് ഒരു ബ്രാക്കറ്റിൽ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാ കൊണ്ട് വെള്ളമെടുത്ത് എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞത് ഞാൻ ഓർക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ബക്കറ്റിൽ നിന്ന് വാ കൊണ്ട് വെള്ളമെടുത്ത് എറിയുന്നു, ഇതിനും മലയാളത്തിൽ തുപ്പുന്നു എന്നാണ് പറയാം. ഇതെന്താണ് ഇങ്ങനെ കൊടുത്തത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കാക്കമാരെ വെബ്സൈറ്റിലൊക്കെ പരതി നോക്കി ഈ ഹദീസിൻ്റെ വിശദീകരണം എന്താണ് അവർ കൊടുത്തതെന്ന്. വളരെ വളരെ എന്താ പറയുക, എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, മുഹമ്മദിൻ്റെ തുപ്പൽ അതൊരു ഒന്നാം തരം തുപ്പലാണെന്നും അതിന് പല ഗുണങ്ങളുണ്ടും, അല്ലെങ്കിൽ പല രോഗങ്ങൾക്കും ശമനമാണ് എന്ന് വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മറ്റൊരു വിശദീകരണം ഇവിടെ എന്താ പറഞ്ഞത്, ഒരു 5 വയസ്സുള്ള ചെക്കനെ പിടിച്ചിട്ട് മുഖത്തേക്ക് അങ്ങ് തുപ്പി മുഹമ്മദ്. വെള്ളം എടുത്ത് തുപ്പിയതാണെങ്കിലും മൂപ്പരുടെ വാ കൊണ്ട് ബക്കറ്റിൽ മുഖം മുക്കി വെള്ളം എടുത്ത് ചെക്കൻ്റെ മുഖത്തേക്ക് തുപ്പി. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇത് കാരുണ്യമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് ഒരാളുടെ തല അരിയാൻ പറഞ്ഞാൽ അതും കാരുണ്യമാണ് എന്ന് പറഞ്ഞ പോലെ മുഖത്തേക്ക് തുപ്പിയാലും കാരുണ്യമാണ് അത്രേ. കരുണയും ദയയും മുഹമ്മദിന് വലിയ ആളുകളോട് മാത്രമല്ല കുട്ടികളോടും ഉണ്ടായിരുന്നു എന്ന് വരെ വിശദീകരണമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ പറയുന്നത്, പ്രവാചകൻ പറഞ്ഞു, നീതിയും ന്യായവും പുലർത്തുന്നവർ അത്യുന്നതനായ ദൈവത്തിനോടൊപ്പം പ്രകാശത്തിൻ്റെ സിംഹാസനങ്ങളിലും കരുണാമയനായവൻ്റെ വലതുഭാഗത്തും ഇരിക്കും. അവരുടെ വിധികളിലും അവരുടെ കുടുംബാംഗങ്ങളോടും ഉള്ള ഇടപാടുകളിലും നീതി പുലർത്തുന്നവർ ആണവർ. അവരുടെ ചുമതലയിൽ ഉള്ളവരോടും അവർ നീതി പുലർത്തുന്നു. ഈ ഹദീസ് നമ്മളിൽ എത്തിച്ച ആ ചങ്ങലയിൽപ്പെട്ട ഒരു കണ്ണി ആയിട്ടുള്ള മറ്റൊരു മുഹമ്മദ്, പ്രവാചകൻ മുഹമ്മദ് അല്ല, വേറൊരു മുഹമ്മദ് പറഞ്ഞു, അവൻ്റെ, അതായത് ദൈവത്തിൻ്റെ 2 കൈകളും വലത് കൈകളാണ്. അപ്പോൾ വീണ്ടും എൻ്റെ ചോദ്യം, പ്രപഞ്ചാതീതനായ ദൈവത്തിന് എവിടെയാണ് വലത്, എവിടെയാണ് കൈകൾ? ഇതെങ്ങനെയാണ് ശരിയാവുക എന്ന് നിങ്ങൾ പറയണം. ഇവിടെ സിംഹാസനങ്ങൾ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ആൾക്കാർ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വലത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ശരിയാണ്, മതസാഹിത്യത്തിൽ ദൈവത്തിന് വലതും ഇടതൊക്കെ ഉണ്ട്, ഞാൻ അത് അംഗീകരിക്കുന്നു. പക്ഷെ ഇന്ന് മതപ്രചാരകർ പറയുന്ന ദൈവത്തിന് അതുണ്ടോ എന്നുള്ളത് മതപ്രചാരകരും കാക്കാമാരും പറയണം.
നിങ്ങൾ പൊലിപ്പിച്ച് കാണിക്കുന്ന മറ്റു മതക്കാരെ പറ്റിക്കാനും ഇങ്ങോട്ട് ഈ മതത്തിലേക്ക് ഈ കുഴിയിലേക്ക് ചാടിക്കാനും വേണ്ടി പറയുന്ന കള്ളനായ ദൈവം, ഇല്ലാത്ത ദൈവം, ഇല്ലാത്ത നിങ്ങളുടെ ദൈവം, മതസാഹിത്യത്തിൽ എവിടെയും കാണാത്ത ദൈവം, ആ ദൈവത്തിന് വലതുണ്ടോ? പ്രപഞ്ചാതീതനായിട്ടുള്ള വലത് ഏതാണ്? വലത് കോൺസ വലത്, കോൺസ ഇടത്, കോൺസ മുകളിൽ, കോൺസ താഴെ, ഏതാണത്? ഇവിടെ പറയുന്ന നോക്കുക. ബ്രോ വച്ചക് പറഞ്ഞു, നിങ്ങളിലൊരാൾ വലത് കൈകൊണ്ട് തിന്നുകയും വലത് കൈകൊണ്ട് കുടിക്കുകയും ചെയ്യട്ടെ. വലത് കൈകൊണ്ട് എടുത്ത് വലത് കൈകൊണ്ട് കൊടുക്കട്ടെ. കാരണം സാത്താൻ ഇടത് കൈകൊണ്ട് തിന്നുകയും ഇടം കൈകൊണ്ട് കുടിക്കുകയും ഇടത് കൈകൊണ്ട് കൊടുക്കുകയും ഇടത് കൈകൊണ്ട് എടുക്കുകയും ചെയ്യുന്നു. എൻ്റെ ഒരു സംശയം, സാത്താൻ മനുഷ്യരെ പോലെ ഇതുപോലെ ദഹന വ്യവസ്ഥയൊക്കെ ഉള്ള ഒരു ജീവിയാണോ? നമ്മളെ പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണോ എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഇതിങ്ങനെ സാത്താൻ എന്തൊക്കെ ചെയ്യുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണം എന്ന് പറയുന്ന യുക്തി എന്താണ്? സാത്താൻ ഇടത് കൈ കൊണ്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല. സാത്താൻ സാത്താൻ്റെ മതം, നമുക്ക് നമ്മുടെ മതം, നെക്കും ദീനക്കും. അപ്പോൾ പുള്ളി ഇടത് കൈ കൊണ്ട് ചെയ്തോട്ടെ, നമ്മൾ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് ചെയ്യണം നിർബന്ധമില്ലല്ലോ. പ്രത്യേകിച്ച് തീൻമേശയിൽ നമ്മൾ ചില ഘട്ടങ്ങളിൽ ഇടത് കൈ ഉപയോഗിക്കും. എങ്ങനെ? നമ്മുടെ വലത് കൈ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ സ്പൂണോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കഴിക്കുമ്പോൾ ഭക്ഷണം പ്ലേറ്റിൽ ഭക്ഷണത്തിൽ നമ്മുടെ കൈ ഉണ്ടാവും, വലത് കൈ. അപ്പോൾ വല്ല പാനീയമൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ചായ വെള്ളമൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടത് കൈയാണ് ഉപയോഗിക്കാറ്. പിന്നെ പുറത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഇത് ബുദ്ധിമുട്ടാവും. നിങ്ങൾ വീട്ടിൽ നിന്ന് തീൻമേശയിൽ കാണിക്കുന്ന മാനേഴ്സ് പുറത്ത് കാണിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നും. പ്രത്യേകിച്ച് വലത് കൈയിൽ ഭക്ഷണമുള്ള കൈ കൊണ്ട് നമ്മൾ ഈ ഗ്ലാസ്സിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഭക്ഷണമാവും, ആകെ വൃത്തികേടാവില്ലേ? ചിലപ്പോൾ ചില പാത്രങ്ങൾ നമ്മൾ മറ്റു ആളുകളിലേക്ക് കൈമാറേണ്ടി വരും. അത് നമ്മൾ ഇടത് കൈ കൊണ്ടാണ് ചെയ്യുക. കാരണം എന്താ? ഭക്ഷണം നമ്മുടെ കയ്യിലുള്ള വിരലുകളിലുള്ള വലത് കൈയിൽ വിരലുകളിലുള്ള സംഭവങ്ങളൊന്നും അതിനകത്ത് ആവണ്ട എന്ന് വെച്ചിട്ടാണ്. ബാക്കിയുള്ളവർക്ക് അറപ്പ് തോന്നാനും സാധ്യതയുണ്ട്, അറിയാലോ. അപ്പോൾ എന്തിനാണ് ഇതുപോലെ സാത്താനെതിരെ ഇതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവില്ല. സാത്താൻ ചെയ്തോട്ടെ, സാത്താന് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കണം. പക്ഷേ എന്ന് വെച്ച് കൃത്യമായിട്ട് ഓപ്പോസിറ്റ് തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ലല്ലോ. അടുത്ത ഹദീസിൽ അബൂ ഹുറൈറ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതായി പറഞ്ഞു, നിങ്ങളിൽ ആരും നിന്ന് കൊണ്ട് കുടിക്കരുത്, ആരെങ്കിലും മറന്നാൽ അവൻ ഛർദ്ദിക്കണം. ഓക്കെ, ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ആ കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ യുക്തി വെച്ച് മുഹമ്മദ് പറഞ്ഞു, ഓക്കെ, എല്ലാവരും സമാധാനപരമായിട്ട് ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക. ചിലപ്പോൾ നിന്നുകൊണ്ട് കുടിക്കുന്ന സമയത്ത് വെള്ളം താഴെ വീഴാനൊക്കെ തുളുമ്പാനൊക്കെ സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ രണ്ടാമതായിട്ട് ഈ കിഴങ്ങൻ നാറി പറയുന്നത് എന്താ നോക്കൂ. നിങ്ങൾ അങ്ങനെ മതത്തിൽ പറഞ്ഞിട്ടുള്ള ഈ നിന്ന് കൊണ്ട് കുടിക്കരുത് എന്ന ശാസന പാലിക്കാതെ നിങ്ങൾ നിന്നുകൊണ്ട് കുടിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ കുടിച്ച പാനീയം ഛർദ്ദിക്കുക എന്നാണ് ഇവൻ പറയുന്നത്. അതായത് നമുക്കറിയാം, പ്രയോഗത്തിൽ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും നിന്ന് ചായ കുടിക്കാറുണ്ട്, പല പാനീയങ്ങളും കുടിക്കാറുണ്ട്. നമുക്കത് ആ ഘട്ടത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പല സന്ദർഭങ്ങളിലും അങ്ങനെയാണ്. അവിടെ നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ എങ്ങാനും നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ എങ്ങാനും ഒരു കാക്ക ഏക്ക് കോയ അഗർ കുടിച്ചു കഴിഞ്ഞാൽ നിന്നുകൊണ്ട് അതെന്ത് ചെയ്യണം? വായിൽ വിരലിട്ടിട്ട് കുടിച്ചതൊക്കെ ഛർദ്ദിക്കണം. ഇത് ഒരു കാര്യമുണ്ട്, നിങ്ങൾ വായിൽ വിരലിട്ടിട്ട് ഇനിയിപ്പോൾ ഛർദ്ദിക്കാൻ വിചാരിച്ചാലും നിങ്ങൾ കുടിച്ച വെള്ളം മാത്രമായിട്ടൊന്നും പുറത്ത് വരില്ല, അല്ലെങ്കിൽ ചായ മാത്രമായിട്ട് പുറത്ത് വരില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതൊക്കെ പ്രയോഗത്തിൽ, അല്ലെങ്കിൽ ഇതെന്തിനാണ് പ്രയോഗത്തിൽ വരുത്തേണ്ടത് ആവശ്യം? എന്ത് യുക്തിയാണ് ഈ രണ്ടാമത് പറഞ്ഞ കാര്യത്തിന്? നിന്നുകൊണ്ട് കുടിക്കരുത് എന്ന് പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് ഒരു വാദന അംഗീകരിച്ചാലും അത് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞ് ഇവനെ എന്ത് വിളിക്കണമെന്ന് കാക്കമാർ പറയാം. അടുത്ത ഹദീസിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ എന്താ പറഞ്ഞത്? നിന്നുകൊണ്ട് കുടിക്കരുത്, ഇനി അഥവാ മറന്നാൽ ഛർദ്ദിക്കണം എന്നാ പറഞ്ഞത്. ഇവിടെ എന്താ പറയുക നോക്കാം. അലി പള്ളിയുടെ മുറ്റത്തിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു, ചിലർക്ക് നിന്നുകൊണ്ട് കുടിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ നബീസ ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ച പോലെ വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നിന്നുകൊണ്ട് കുടിക്കരുത് എന്ന് പറഞ്ഞ് നബീസ ആരായി? ശശി പാലാരിവട്ടം. അപ്പോൾ നേരത്തെ നിന്നുകൊണ്ട് കുടിക്കരുത് എന്ന് പറഞ്ഞ മുത്ത് തന്നെ നിന്നുകൊണ്ട് കുടിച്ചിട്ടുണ്ടെന്നാണ്
മുത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിമാരിൽ ഒരാൾ. വെറും സഹാബി അല്ല കേട്ടോ, അലി എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബാംഗവും മുത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ മുത്തിൻ്റെ അടുത്ത പ്രധാന പയ്യൻസ് ആണ് പറയുന്നത് മുത്ത് നിന്നുകൊണ്ട് കുടിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ കാക്കാമാർ പറയാം, ഇതിൽ ഏത് വാദം എടുക്കും? 2 ഹദീസും ശരിയായ ഹദീസാണ് കേട്ടോ. ഇവർ പറയാറുണ്ട് എല്ലാ ഹദീസുകളും ശരിയാണെങ്കിൽ ഞങ്ങൾ എടുക്കുമെന്ന്, സഹീഹ് ആണെങ്കിൽ എടുക്കുന്നു, അല്ലെങ്കിൽ ആണെങ്കിൽ എടുക്കും. ഗ്രേഡ് കൂടിയ ഹദീസ് എടുക്കും, ദുർബല ഹദീസ് എടുക്കില്ല എന്ന്. ഇതിലിപ്പോൾ ഏത് ഹദീസാണ് ദുർബലം എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. കാക്കാമാർ പറയുന്നൊരു വാദമുണ്ട്, നിങ്ങൾ കൂടുതൽ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ പറയുന്നത്, വിമർശനം പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്നത്. ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നാണ്. അരുത് കാട്ടാള, അരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പഠിച്ചോടത്തോളം എൻ്റെ സമയം പാഴായി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ കൂടുതൽ ഇതിലേക്ക് ഊഴ്ന്നിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ അല്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള കാക്കാമാരുടെയും വിമർശകരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഇതിനൊന്നും ഒരു കഥയുമില്ല. ഏതോ കാലഘട്ടത്തിൽ അന്നത്തെ ആളുകൾ അവരുടെ യുക്തിക്കനുസരിച്ച് മറ്റേതോ കാലഘട്ടത്തിലുള്ള ഉണ്ടായ ആളുകൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് മരിച്ച് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഈ സീറയും ഈ കഥകളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ അവരുടെ ഭാവനയിൽ മുഹമ്മദിനെ കണ്ടത് അതുപോലെ അങ്ങ് എഴുതി വെച്ചതാണ്. അതുകൊണ്ടാണ് ഇത് തമ്മിലൊന്നും പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുകയും ഇന്ന് 2024 നമുക്ക് ഉപകാരമില്ലാത്ത കുറേ കാര്യങ്ങളും ഒരുപക്ഷെ ഉപദ്രവമുള്ള കാര്യങ്ങളും പറഞ്ഞ് അതാണ് മതനിയമം, അത് പാലിച്ചില്ലെങ്കിൽ വെട്ടും കൊല്ലും കുത്തും എന്നൊക്കെ പറയുന്നത്. കാക്കമാരെന്തായാലും അടിച്ചു പോയി എന്ന് വിചാരിക്കും. മറ്റ് കാര്യങ്ങളിലൊക്കെ ബുദ്ധിമാന്മാരാണെങ്കിലും മതത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർ കംപ്ലീറ്റ് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ നന്നായി അവർക്ക് കൊള്ളാം. പക്ഷേ ഈ മതത്തിലേക്ക് അറിയാതെ കാലും തട്ടി വീഴുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മലയാളത്തിലൊക്കെ ഇത് പറഞ്ഞു തരുന്നത്. ഇതിനകത്ത് ഒന്നും പഠിക്കാനില്ല. ഇനി അങ്ങനെ വല്ല ഉദ്യമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെല്ലാ പരിപാടികളിലും നിങ്ങൾ ഓക്കെ ആയി സാമ്പത്തികമായിട്ടൊക്കെ ഒരു സമയം ഒക്കെ കൃത്യമായി ചിലവഴിച്ച് പഠിച്ച് വലിയൊരു നിലയിലെത്തിയ ആളാണെങ്കിൽ വേണമെങ്കിൽ പഠിച്ചോ. റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ശ്രമിക്കാം. കാരണം എൻ്റർടൈൻമെൻ്റ് ആണ്, ചിരിക്കാനൊരു വകയുണ്ട്. പക്ഷേ അല്ലാതെ നിങ്ങളുടെ ചെറുപ്പകാലമാണെങ്കിൽ നിങ്ങളുടെ യുവത്വത്തിൽ എന്തായാലും ഇതൊന്നും പഠിക്കരുത്. സമയം പാഴാണ്, നിങ്ങളുടെ ജന്മം നശിച്ചു പോകും എന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചിടത്തോളമുള്ള എൻ്റെ ഒരു നിഗമനമാണ്. നിങ്ങൾക്കത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ബോധ്യമാണ്, നിങ്ങൾക്കത് തള്ളാം, അത് നിങ്ങളുടെ താല്പര്യം. ഇപ്പോൾ ഇത് ഒരു വിഷയം പഠിക്കാനുള്ള ഒരാളുടെ താല്പര്യത്തെയൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ അതിന് മാത്രം ഒരു തേങ്ങയും വീണ്ടും പറയുന്നു ഇതിനകത്തില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.